ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യോർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് +2 സേ എക്സാം എഴുതുന്ന കുട്ടികൾ നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകേണ്ട 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. 10 ക്വസ്റ്റ്യനിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂമെയാണ്. അത് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നന്നായിട്ട് അതിൻ്റെ ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു കുട്ടിക്കും അതിൽ 8 മാർക്ക് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമുക്ക് വരുന്നത് എന്ന് പറയുന്നത് ഒരു ജനറൽ എസ്സേയോ അല്ലെങ്കിൽ ഒരു സ്പീച്ച് ആയിരിക്കും വരുന്നത്. അത് വരാകുന്ന ടോപ്പിക്, മെയിനായിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഡ്രഗ് അബ്യൂസ് ആണ്. ഡ്രഗ് അബ്യൂസിനെ പറ്റിയിട്ട് ഒരു സ്പീച്ചോ അല്ലെങ്കിൽ ഒരു ജനറൽ എസ്സേയോ ചോദിക്കും. അതുകൊണ്ട് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടും വുമൻ എംപവർമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടും ഒരു എസ്സേ നന്നായിട്ട് ഒരെണ്ണം എഴുതി പഠിച്ചിട്ടുണ്ട്, ഇനിയുള്ള സമയം ഇരുന്നാണെങ്കിലും എഴുതി പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 8 മാർക്കിൻ്റെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കൊരു 4-5 മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതേ സെക്ഷനിൽ നിന്ന് തന്നെ 6 മാർക്കിൽ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ഇതേ ടോപ്പിക്കിൽ നിന്ന് തന്നെ 6 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ സെക്ഷനിലും ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അവിടെയും നമുക്ക് ഇതേ ആൻസേഴ്സ് കുറച്ച് വ്യത്യാസം വരുത്തി എഴുതാൻ പറ്റും. അപ്പോൾ ആ ഒരു 2 ക്വസ്റ്റ്യൻസ്, അതായത് 3 ക്വസ്റ്റ്യൻ പറഞ്ഞു. അതായത് ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂമി പറഞ്ഞു, ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ പറ്റിയിട്ടും വിമൻ എംപവർമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയാണ് സ്പീച്ച് അല്ലെങ്കിൽ എസ്സേ എഴുതാൻ നിങ്ങൾ റെഡി ആയിട്ട് ഉണ്ടാകണം. അങ്ങനെ 3 ക്വസ്റ്റ്യൻ ആയി. പിന്നെ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്. ആരോട് വേണമെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റിയ കുറച്ച് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ അത് പഠിച്ചു വെച്ചാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതാണ് 4ാമത്തെ ചോദ്യം. പിന്നെ സെമിനാർ റിപ്പോർട്ടിൻ്റെ ഒരു ഫോർമാറ്റ് പഠിച്ചു വെച്ചേക്കുക. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസിയാണ്, ഒന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ആ ഒരു 6 മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് സെമിനാർ റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് പഠിച്ചു വെക്കാം. 5 ക്വസ്റ്റ്യൻസ് ആയി. പിന്നെ നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്ലർബ് ഉണ്ടല്ലോ, ബ്ലർബാണ്. ബ്ലർബിന്റെ ഫോർമാറ്റ് എന്തായാലും പഠിച്ചിരിക്കണം. ബ്ലർബിന്റെ ഫോർമാറ്റ് നിർബന്ധമായിട്ട് പഠിക്കണം. ബ്ലർബ് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ബ്ലർബ് പഠിക്കണം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടതാണ് ഇഡിയംസ്. ഇഡിയംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് an apple of an eye once in a blue moon എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞില്ലേ, പല അർത്ഥം വരുന്നത്, വ്യത്യസ്ത അർത്ഥം വരുന്നത്, അതാണ് ഇഡിയംസ്. ഇഡിയംസ് പഠിക്കണം. പിന്നെ നിങ്ങൾ ക്യാരക്ടർ സ്കെച്ച് പഠിക്കണം. വേറെ ആരുടെയും ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും നോമിതയുടെയും റോബർട്ട് ബാൽവിൻ്റെയും ക്യാരക്ടർ സ്കെച്ച് മസ്റ്റായിട്ട് പഠിച്ചിട്ട് പോകണം. അപ്പോൾ നമ്മൾ 8 ക്വസ്റ്റ്യൻസ് പറഞ്ഞു. പിന്നെ നിങ്ങൾ 9ാമതായിട്ട് പഠിക്കുന്നത് പോയം. ടെക്സ്റ്റിൽ 5 പോയാണുള്ളത്. 5 പോയം നല്ല രീതിക്ക് പഠിക്കുക. ദെൻ ടെക്സ്റ്റിലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി വായിച്ച് പഠിക്കുക. പോയത്തിൻ്റെ ലൈൻ തന്നിട്ട് ലൈനിൻ്റെ മീനിങ് ചോദിക്കും. ഓരോ ചാപ്റ്റേഴ്സിൻ്റെ കുറച്ച് പോർഷൻ തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ എം ഷുവർ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ഒരു 10 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഇപ്പം തന്നെ ChatGPT എടുത്ത് ചോദിച്ച് നിങ്ങൾക്ക് എളുപ്പമുള്ള ലാംഗ്വേജിലോ എങ്ങനെയാണെങ്കിലും ഈ ആൻസേഴ്സ് ഒക്കെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വേണം, ഒരു ബുക്കിലേക്ക് എഴുതി പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഈ വരുന്ന എക്സാമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്